കരുവന്നൂർ കള്ളപ്പണ കേസിൽ ദുരൂഹ അക്കൗണ്ടുകളിൽ വ്യക്തത വരുത്താതെ CPM. തൃശൂർ ജില്ലയിലെ 81 അക്കൗണ്ടുകളായിരുന്നു ED കണ്ടെത്തിയത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെ വർഗീസ് ഇന്ന് ഹാജരാകുന്നതിൽ വ്യക്തതയില്ല. തൃശൂർ ജില്ലയിൽ CPMനുള്ള 81 അക്കൗണ്ടുകളുടെയും വിശദാംശങ്ങൾ ED പാർട്ടി ജില്ലാ കമ്മിറ്റിയോടും ജില്ലാ സെക്രട്ടറിയോടും തേടിയെങ്കിലും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ പാർട്ടിക്കുണ്ടായിരുന്ന കണക്കുകളിൽ കാണിക്കാത്ത 4,80,00,000 രൂപ ആദായ നികുതി വകുപ്പും മരവിപ്പിച്ചിരുന്നു. അക്കൗണ്ടിലെ 1 കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏപ്രിൽ 2-ന് പിൻവലിച്ചിരുന്നു. തൃശൂരിലെ CPMന്റെ സ്വത്ത് വിവരങ്ങളും പാർട്ടി വെളിപ്പെടുത്തിയിരുന്നില്ല. കണക്കുകൾ IT വകുപ്പിന് കൈമാറാത്തത് മനഃപൂർവ്വമല്ലെന്ന മറുപടിയാണ് ജില്ലാ സെക്രട്ടറിയും നൽകിയത്. ഇതിനിടെയാണ് ദുരൂഹ അക്കൗണ്ടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലും വ്യക്തത വരുത്താതെ CPM ഒളിച്ചു കളിക്കുന്നത്. 81 അക്കൗണ്ടുകളിലൂടെയും നടന്ന പണമിടപാടുകൾ, ഈ നിക്ഷേപങ്ങളുടെ സ്രോതസ്, കള്ളപ്പണ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നിവയാണ് EDയും പരിശോധിക്കുന്നത്. CPM നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ബാങ്കിൽ CPMനുള്ള 5 അക്കൗണ്ടുകൾ കണ്ടെത്തിയത്. തുടർന്ന് നടന്ന വിശദമായ അന്വേഷണത്തിലാണ് മറ്റ് ബാങ്കുകളിലും ഇത്തരം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തതായി കണ്ടെത്തിയത്. CPMന്റെ രഹസ്യ അക്കൗണ്ടുകളിൽ ഒരേ സമയം ED, ആദായ നികുതി വകുപ്പ് അന്വേഷണങ്ങൾ നടക്കുകയാണ്. അന്വേഷണം ഊർജിതമാക്കുമ്പോഴാണ് തുടർച്ചയായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവും ജില്ലാ സെക്രട്ടറി MM വർഗീസും ചോദ്യം ചെയ്യലിന് വിധേയരാകുന്നത്. ജനം, കൊച്ചി.